ഇപ്പൊ രാവണപ്രഭു, അയ്യോ രാവണപ്രഭു അല്ല, അഴകിരാണെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ. ഓക്കെ. Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാസ് കൊളീക്കിലേക്ക് സ്വാഗതം. പറയാതെ പോയ ഒരു കാര്യം ഉണ്ട്. അത് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയി. അദ്ദേഹം വിടവാങ്ങി. ഇത്രയും നല്ലൊരു നടൻ മാത്രമല്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, പിന്നെ സംവിധായകൻ, എന്ത് അഭിനേതാവ്, ഏത് നിലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യാത്തത്? എല്ലാ നിലയിലും ഏറ്റവും മികച്ച ഒരു താരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉർവശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച താരം ആരാണ് എന്ന് ചോദിച്ചു, കൂടെ വർക്ക് ചെയ്തതിൽ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്ന് ചോദിച്ചപ്പം ഉർവശി സത്യസന്ധമായ രീതിയിൽ പറഞ്ഞത്, അതെന്താ ശ്രീനിവാസൻ്റെ പേര് പറയാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കുറച്ചൊക്കെ കരയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. ഏറ്റവും മികച്ചൊരു നടൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പലരും പറയും സൗന്ദര്യം ഇല്ലാത്തൊരു നടൻ, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഓരോ വർക്കിനും ഒരു പ്രത്യേക സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് അപൂർവമായിരിക്കാം വളരെ സൗന്ദര്യമില്ലാത്ത ഒരു നടൻ സൗന്ദര്യമുള്ള നടനായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് അദ്ദേഹം വേഷം ചേഞ്ച് ചെയ്യും, അതിനനുസരിച്ച് അഭിനയിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളും മികച്ചതായിരുന്നു. അപ്പോൾ ഞാനും കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ അപ്സെറ്റായിരുന്നു. കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും. കാര്യം നമുക്ക് ഒത്തിരി അടുത്തറിയാവുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയപ്പം ഞാനും വീട്ടിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. അപ്പം എൻ്റെ മോൻ ചോദിച്ചു, അമ്മ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊക്കെ സുപരിചിതമായത്. കാര്യം സന്ദേശം എന്നൊക്കെ പറഞ്ഞ സിനിമ എത്ര വട്ടം കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. തലയിണ മന്ത്രം എത്ര പ്രാവശ്യം കണ്ടു എന്ന് അറിയത്തില്ല. കാര്യം ഇപ്പോൾ കണ്ടാൽ പോലും നമുക്ക് ഒരിക്കലും ബോറടിക്കാത്താലേ അത്രയും ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത്രയും നല്ലൊരു താരം നമുക്ക് നഷ്ടപ്പെടുകയാണ്, ഒരു നായകൻ അല്ലെ ഒരു നല്ലൊരു ആക്ടർ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു വിഷമം. കാര്യം സത്യസന്ധമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതൊരു ശരിക്കും പറഞ്ഞ അനുഭവങ്ങളുടെ ഒരു പുസ്തകം എന്ന് വേണേൽ പറയാം. ശ്രീനിവാസനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഭവങ്ങളുടെ ഒരു പുസ്തകമാണ് അദ്ദേഹം. ഈ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് മികച്ച കഥ രചിക്കാനും കഥ ഉണ്ടാക്കാനും രചിക്കാനും അഭിനയിക്കാനും കഴിഞ്ഞതെന്ന് ഞാൻ പറയും. ഇപ്പോഴത്തേക്ക് നമുക്കറിയാം, സ്ക്രിപ്റ്റ് മലയാള സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ മോശമായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? അനുഭവങ്ങളേ ഇല്ലാത്ത മനുഷ്യർ എഴുതുന്നുകൊണ്ടാണ്. കുറച്ച് അനുഭവമുള്ള മനുഷ്യരിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ല കഥകൾ ഉണ്ടാക്കാനും സ്ക്രിപ്റ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു ജീവിതമാർഗ്ഗമായിട്ട് പണ്ടത്തെ മനുഷ്യർ ചിന്തിച്ച പോലെ സിനിമ ഒരു ജീവിതമാർഗ്ഗമായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം പല നല്ല എഴുത്തുകാരും അതിലേക്ക് വരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ സ്ക്രിപ്റ്റിംഗ് നന്നായി ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലെ കഥകൾ അനുഭവങ്ങളില്ലാത്ത കഥകൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മളിപ്പോൾ എല്ലാവരും ഒരാൾ ലോകം ഇറക്കിയാൽ എല്ലാ പേരും ലോകം ഇറക്കും, അതുപോലത്തെ സ്റ്റൈലിലേക്ക് പോകും. അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടായിരിക്കാം പല പല ഭാവങ്ങളിലും പല പുതിയ വേർഷൻസും കൊണ്ടുവരാൻ കഴിയാതെ എല്ലാ പേരും ഒരേ സ്റ്റോറി പിടിക്കുക. പിന്നെ 2-3 കൊല്ലത്തേക്ക് ഒരേ സ്റ്റോറി ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം. നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സിനിമ ഉണ്ടാവും നമുക്ക്. അത് നമുക്ക് ശ്രീനിവാസനെ പോലെ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. വിനീത് ചെയ്യുന്നില്ലെന്ന് ചോദിക്കാം. എനിക്ക് തോന്നുന്നു വിനീത് ഒരു നല്ല പാട്ടുകാരനാണ്. സ്ക്രിപ്റ്റിങ്ങളിൽ ഒരു സിനിമ എടുക്കുന്നത് അത് ശ്രീനിവാസൻ തന്നെയാണ് മികച്ചത്. അതിൽ ധ്യാൻ കുറച്ച് അഭിനയിച്ച് നന്നായി കയറി വരുന്നു. വിനീതിൻ്റെ അഭിനയം എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രീനിവാസൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെ വിനീത് ശ്രീനിവാസൻ്റെ കൂടെ 2 പാട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് സത്യം പറഞ്ഞൊരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം ഞാൻ ആഗ്രഹിച്ചത് ശ്രീനിവാസൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിരിക്കാം, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയാണ്. അപ്പോൾ ഏതായാലും അതൊരു ഭാഗ്യം തന്നെയാണ്. കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ കാണുന്നത്, ജോൺസൺ മാഷിനെ എടുത്തിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ജോൺസൺ എന്ന് പറയുന്നത് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം യൂഷ്വലി ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിനുള്ളൊരു പ്രോബ്ലമാണ്, നമ്മളൊരു സിനിമയുടെ ഡയറക്ടർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റെസിസ്റ്റ് ആണെങ്കിലും പറയുമ്പം അവർക്കൊരു ചെറിയ ധാരണയുണ്ടാവും മ്യൂസിക് ഡയറക്ടേഴ്സിന്. അപ്പം നമ്മൾ ഇങ്ങനെ പാട്ട് വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് കാര്യം ഒരുപാട് പാട്ട് രചിച്ചവരാണല്ലോ അവർ, മ്യൂസിക് ഡയറക്ഷൻ ചെയ്തവരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവോ ഇല്ലയോ എന്നൊരു ഡൗട്ട് കാരണം ചെറിയൊരു താല്പര്യക്കുറവ് എപ്പോഴും കാണിക്കും വിഷയത്തിൽ.
അപ്പോൾ ശ്രീനിവാസൻ അതെടുത്ത് ചോദിക്കുന്നുണ്ട്, ജോൺസൺ മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ അങ്ങനെ പാട്ട് വേണം ഇങ്ങനെ പാട്ട് വേണം എന്നൊക്കെ എൻ്റെ സിനിമയിൽ പറഞ്ഞപ്പോഴത്തേ ജോൺസൺ എന്നോട് ചെറിയൊരു പുച്ഛം തോന്നിയില്ല, ആ ലെവലല്ലേ എന്നോട് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട്. വളരെ സത്യസന്ധമായ കാര്യമാണ്. കാരണം നമ്മൾ ഡയറക്ടേഴ്സ് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ, ചിലരെ ഒരു ധാരണയുണ്ട് നമുക്കതൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എനിക്ക് ഏത് വേണേലും പാട്ട് പാടിക്കോളും, ഞാനത് ഏത് രാഗത്തിലാണെന്ന് പറഞ്ഞു തരാമെന്ന് പറയും. ശരിക്കും അദ്ദേഹത്തിന് ആ രാഗവും ഇതുമൊക്കെ ഭാവവും ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ, അദ്ദേഹത്തിൻ്റെ ജീനാണല്ലോ അടുത്ത ജനറേഷൻ വന്നേക്കുന്നത് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ വിനീതിന് ഇത്രയും പാടാനുള്ള കഴിവും ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ആളുകളെ, അവർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂടുതലും എഴുതാനും പാട്ട് എഴുതാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ മിക്കവാറും മ്യൂസിക് നമ്മുടെ ഉള്ളിലും ഉണ്ടാവും. ആ മ്യൂസിക് ചിലപ്പോൾ നമുക്ക് പാടി ഫലിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല, പക്ഷേ ഉള്ളിൽ അതെവിടെയും ഉണ്ട്. അതനുസരിച്ച് കറക്ഷൻസ് ഒക്കെ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ എഴുത്തുകാരുടെ കാര്യം ഞാൻ പറയുകയാണ്, മിക്ക ലിറിസിസ്റ്റും ഒരു ട്യൂണ് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ എന്താ പറയുക തെറ്റിദ്ധരിക്കരുത്, അവർക്ക് അറിയില്ല എന്നുള്ളത്. എടുത്തു പറയാൻ കാര്യം, ഞാൻ ഫസ്റ്റ് ഒരു സോങ് ലിറിക്സ് എഴുതിയതിന് ശേഷം ഞാനൊരു മ്യൂസിക് ഡയറക്ടർക്ക് കൊടുത്തു. അല്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ലിറിക്സ് എഴുതിയത് ശരിയായിട്ടില്ല, ഇങ്ങനെയൊന്നുമല്ല ലിറിക്സ് ചെയ്തത് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷെ എന്നാൽ പകരം എങ്ങനെ വേണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ഒഴിവാക്കിയത്. പക്ഷേ ഇന്ന് ഞാൻ തന്നെ മ്യൂസിക് ചെയ്യുമ്പോൾ എനിക്കറിയാം എങ്ങനെ ലിറിക്സ് കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ള കറക്റ്റ്. നമുക്ക് ഏതൊരു മ്യൂസിക് ഡയറക്ടറും അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ലിറിസിസ്റ്റുകൾക്കും കുറച്ച് എളുപ്പം. തുടക്കക്കാരാണെങ്കിലും അവരെയും ഒന്ന് സഹായിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു പാട്ടിനെ കുറിച്ച് കൊണ്ട് ഡിസ്കസ് ചെയ്യാം. ശ്രീനിവാസൻ്റെ ഓർത്തുകൊണ്ട് തന്നെ, ശ്രീനിവാസൻ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും വീഡിയോസും നമുക്ക് ടെലിവിഷനിലായാലും മൊബൈലിലായാലും നമ്മൾക്ക് ഏത് മീഡിയത്തിലായാലും കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനി വരും ജനറേഷനും എല്ലാവർക്കും അറിയാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും ശരിക്കും ഇപ്പം ചെയ്യാൻ ആരെങ്കിലും ഇപ്പോൾ മീൻസ് പുതിയ സിനിമ ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് 10 പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നല്ല സിനിമകൾ ഇതുപോലത്തെ ഇറക്കുക. ഇനി കാലഘട്ടത്തിൽ മാറ്റം വരുമ്പോൾ ഇവരുടെയൊക്കെ സിനിമ തന്നെ ആയിരിക്കാം എടുത്തിട്ട് എല്ലാവരും പഠിക്കാൻ ഉദ്ദേശിക്കുക. ഞാനും സിനിമ ഇറക്കുന്നതിന് മുമ്പേ ഒരുപാട് കണ്ടത് ശ്രീനിവാസൻ്റെയും സത്യനന്ദികാണ്ടിൻ്റെ സിനിമകളാണ്. അല്ല, എനിക്ക് പുതിയ സിനിമകൾ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനോട് യോജിക്കാനൊന്നും ഇഷ്ടമല്ല. കാര്യം ഒരു കഥയില്ലാത്ത ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിൽ എന്തെങ്കിലും ഒരു ലോജിക്കും കൂടെ വേണം. ഒന്നുകിൽ നമ്മൾ ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുക. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ആരും നന്നാക്കാമെന്ന് പറഞ്ഞില്ല ഒരു സന്തോഷം തരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും അതിനുള്ളിൽ ചില നന്മകളുണ്ടാവും. ആ നന്മ ചിലപ്പോൾ നമുക്കത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും നല്ലതാവും എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ പാട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അഴകിയ രാവണനിലെ ഒരു പാട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ മമ്മൂട്ടിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. മമ്മൂട്ടി അതിൻ്റെ അകത്തൊരു പ്രൊഡ്യൂസറായിട്ടാണല്ലോ വരുന്നത് അഴകിയ രാവണനിൽ. അപ്പോൾ മമ്മൂട്ടി ആ പാട്ട് ഇങ്ങനെ ചെയ്താലെന്താ അങ്ങനെ ചെയ്താലെന്താ എന്നൊക്കെ ചോദിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ശരിക്കും മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആ സെയിം സംഭവം കണ്ടിട്ട് അതിൻ്റെ അകത്ത് എഴുതി ചേർത്ത്, പക്ഷേ ആ പാവം മനുഷ്യൻ ഇതൊന്നും അറിയാതെ അത് തന്നെ അഭിനയിച്ചു എന്നുണ്ട്, നല്ല രീതിയിൽ അഭിനയിച്ചു. അപ്പോൾ നമുക്ക് അഴകിയ രാവണനിലെ സോങ് ഏതാന്ന് നോക്കാം. അഴകിയ രാവണനിലെ ഒരുപാട് നല്ല സോങ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഏറ്റവും ഫേമസ് ആയ സോങ് ആയിരിക്കും പറയാൻ പോകുന്നത്. അല്ല, അതൊക്കെ അങ്ങനെ ആ സോങ്ങിലൊന്നും എനിക്ക് തോന്നിയത് മലയാളം വാക്കുകൾ വളരെ ഹാർഡായിട്ടുള്ള മലയാളം വേർഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സോങ് നമുക്ക് എടുക്കാം. സുമംഗലി കുരുവി പാടാത്തതെൻ്റെ വിലാസലോലയായ തുടിക്കയായിത നുരഞ്ഞു തൂവുമീ മൃളാണ യാമിനി വരവായി പൗർണമി. അതായത് അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ടലിൽ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉള്ളൊരു സോങ് ആണ്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മാത്രമായിട്ട് ആ ഹോളിൽ ആരും ഇല്ല ആക്ച്വലി. അവിടെ മമ്മൂട്ടിയും നായിക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സോങ്ങാണ് അന്ന് അവിടെ ഗായകൻ പാടുന്നത്. സുമംഗലി കുരുവി പാടാത്തതെന്തേ. അപ്പം അതിൽ വരുന്ന ഒരു വേർഡാണ് മൃണാള യാമിനി വരവായി പൗർണമി. മൃണാള യാമിനി എന്താണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്? പറയാൻ നിനച്ച് പ്രയാസമാണ്. മൃണാള യാമിനി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. ഇനിയും നമുക്ക് ഒരുപാട് പറയാനാണെങ്കിൽ ശ്രീനിവാസനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല ഒരു കൊല്ലം തന്നെ തീരില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടെങ്കിലും
ഇന്നും നമുക്ക് എന്നും കാണാൻ പറ്റും. പിന്നെ ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല എങ്കിലും ഒത്തിരി രോഗമായിട്ട് നമ്മൾ ഒരു മനുഷ്യനും കിടക്കരുത് എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ അദ്ദേഹത്തിനെ ദൈവം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി എങ്കിൽ അത് നല്ലതാണെന്നാണ് ചിന്തിക്കേണ്ടത്. വിഷമം കുടുംബക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകും, കൂടാതെ നമ്മളെപ്പോലുള്ളവർക്കുണ്ടാകും. കാര്യം അദ്ദേഹത്തിനെ പോലെ നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു കഥാകൃത്ത്, നല്ലൊരു നായകൻ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വലിയൊരു പ്രണാമം. Krishna's color key. Let's talk, let's chat, and let's enjoy.